ഗൈസ്, ഇന്നൊരു സ്റ്റഡി വ്ലോഗാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. CS എക്സിക്യൂട്ടീവ് ജേർണിയിലെ വൺ ഓഫ് ദി ടഫസ്റ്റ് പേപ്പറാണിത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ ഞാൻ ഉച്ചയ്ക്കാണ് ഈ ഒരു പേപ്പർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ടൈമർ സെറ്റാക്കിയിട്ടുണ്ട്. സോ ഞാൻ ഫസ്റ്റ് എടുത്ത പോർഷൻ എന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ എടുത്തിട്ട് അത് ജസ്റ്റ് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കിയായിരുന്നു. ആദ്യത്തെ ഒരു ആവേശം കാണുമല്ലോ, അതാണ് നല്ല ഉറക്കെ വായിച്ചൊക്കെ പഠിക്കുന്നത് ഞാൻ. പിന്നെ അതങ്ങ് കുറഞ്ഞോളും. സോ അതിനിടയ്ക്കാണ് എനിക്ക് ഓർമ്മ ഞാൻ ടൈമർ ഓൺ ആക്കിയിട്ടില്ല. പിന്നെ അത് ഓണാക്കി വെച്ചു. അപ്പോൾ അത്രയും ടൈം എന്തായാലും കാൽക്കുലേറ്റ് ആവത്തില്ല. അപ്പോൾ നമ്മൾ ടൈമർ വെക്കുന്നതിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ടൈമറൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ആക്കാനേ തോന്നത്തില്ല. അതുപോലെ തന്നെ നൈറ്റ് നമ്മൾ എത്ര ടൈം നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം തോന്നും. ഇത്രയും പഠിച്ചല്ലോ, ഇത്രയും ടൈം നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കിയല്ലോ എന്നൊരു ആശ്വാസം നമുക്ക് ഫീൽ ചെയ്യും. പഠിക്കുന്നതിനിടയ്ക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഷോർട്ട് ബ്രേക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടൈം പോകും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 27 മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തു. പിന്നെ ഈ ബ്രേക്കൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ പേഴ്സണൽ ഇഷ്ടം അനുസരിച്ചാണ് എടുക്കുന്നത്. ചിലർ 5 മിനിറ്റ് എടുക്കും, 10 മിനിറ്റ് എടുക്കും. അത് ഓരോരുത്തരുടെ മൈൻഡ് റിഫ്രഷ് ആവാൻ എത്ര ടൈം എടുക്കും ആ ഒരു ടൈം എടുക്കും. പക്ഷെ അത് ഒരുപാട് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞൊന്നും പോകാൻ വേണ്ടി പാടില്ല. കാരണം അപ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചതും മറന്നുപോയി കാണും. പിന്നെ ഒന്നുകൂടി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥയായി പോകരുത്. എന്നാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ ഒരു ചെറിയ റെസ്റ്റ് മതിയായിട്ട് നമുക്ക്. സോ ഞാൻ ഇത്രയും നേരം കുറച്ച് തിയറി ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ പ്രാക്ടിക്കലിലേക്ക് ഞാൻ കടന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ പഠിച്ചതിന് ശേഷം ഞാൻ അടുത്ത് ബ്രേക്ക് എടുത്ത് ഒരു 1 hour 17 minutes ഒക്കെ ആ സമയത്താണ്. സോ ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 3 hour നമ്മൾ അടുപ്പിച്ചാണ് നോക്കുന്നത്, ഷോർട്ട് ബ്രേക്സ് എടുത്തിട്ടായാലും. അപ്പോൾ നോക്കാം നമുക്കത് ട്രൈ ചെയ്യാൻ പറ്റുമെന്ന്. പ്രാക്ടിക്കൽ സബ്ജക്റ്റാണ്, എനിക്ക് കുറച്ച് പേടിയുണ്ട് അതെനിക്ക് പറ്റുമോ എന്നുള്ളത്. എനിക്ക് പാടുള്ള കുറച്ച് ടോപ്പിക്സ് ഒക്കെ എടുത്തിട്ട് ഞാനത് സ്റ്റിക്കി നോട്ടിലാക്കിയിട്ട് ഞാൻ ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കാറുണ്ട്. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോഴെങ്കിലും നമ്മുടെ മൈൻഡ് അത് വരുമല്ലോ. ഇതൊരു എഫക്റ്റീവ് മെത്തേഡാട്ടോ. കാരണം നമ്മൾ ഭിത്തിയിലോട്ട് നോക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ടോപ്പിക്സ് ഒക്കെ നമ്മുടെ മനസ്സിൽ വരികയും ചെയ്യും. പക്ഷേ ഭിത്തിയിലോട്ട് നോക്കിയില്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ തീർപ്പാവുകയും ചെയ്യും. സോ നമ്മൾ പഠിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ പഠിപ്പും ഒരു രസമായിട്ട് പോകും, നമുക്കും ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നല്ല പ്രൊഡക്റ്റീവായി ഇരിക്കണം എന്ന് ഫീൽ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. സോ പ്രൊഫഷണൽ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരേ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഇരിക്കാൻ വേണ്ടി പറ്റത്തില്ല. സോ അപ്പോൾ നമുക്ക് ഈ സ്റ്റിക്കി നോട്ടിൻ്റെ ഐഡിയ അല്ലെങ്കിൽ മൈൻഡ് മാപ്പ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറ്റത്തില്ല. നമുക്ക് എങ്ങനെയെങ്കിലും പോർഷൻസ് തീർത്തി എക്സാം ഒന്ന് കഴിഞ്ഞാൽ മതി, ആ രീതിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പിന്നെ ചില സമയം പ്രൊഡക്റ്റീവ് ആക്കാം അല്ലെങ്കിൽ കുറച്ച് യൂട്ടിലൈസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്നവരുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ചെയ്യത്തില്ല. ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ മൈൻഡ് അനുസരിച്ചായിരിക്കും. സോ എനിക്ക് ഉറപ്പാണ് ഈ സിറ്റുവേഷൻ എന്തായാലും CA CS CMA അല്ലെങ്കിൽ ACC സ്റ്റുഡൻസ് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. നിങ്ങൾക്ക് ഇത് റിലേറ്റബിൾ ആണ്, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഞാൻ കാണിച്ചു വെച്ച കലാവിരുദ്ധകളാണ് കാണുന്നത് മൊത്തം. പിന്നെ ഞാൻ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഫ്രീ ടൈമിൽ എന്ത് ചെയ്യാമെന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ക്രാഫ്റ്റ് എന്തെങ്കിലും ചെയ്താലുള്ള ഐഡിയ വന്നത്. ഈ ക്രാഫ്റ്റ് വളരെ സിമ്പിളാണ്. എന്നെപ്പോലെ ക്രാഫ്റ്റിൻ്റെ ABCD അറിയാത്തവർക്ക് അത് ചെയ്യാൻ പറ്റും. സോപ്പിൻ്റെ ബോക്സ് എടുത്തിട്ട് രണ്ടും ഒരുപോലത്തെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് വന്നിട്ട് ഒരു ചേട്ടത്തി അനിയത്തി എന്നുള്ള രീതിയിൽ കട്ട് ചെയ്യുക. അതായത് ഒന്ന് വലുതും ഒന്ന് ചെറുതും ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചാർട്ട് പേപ്പറാണ്. അത് നിങ്ങൾ ഇത് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ കവർ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ചേട്ടത്തി അനിയത്തിയാക്കി എടുക്കുക. ഒരു ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ വൈറ്റ് ഷീറ്റ്സോ എന്തായാലും മതി, ന്യൂസ് പേപ്പർ ആയാലും മതി. അത് ഫുള്ള് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതെങ്ങനെ ചെയ്യപ്പെട്ടു എന്നൊരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ ഷോർട്ട് വീഡിയോയുടെ താഴെ വന്നിട്ട് ദയ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്, എൻ്റെ സിസ്റ്ററിൻ്റെ ഫ്രണ്ടാണ്. അവൾ വന്നിട്ട് ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാമോ എന്നുള്ളൊരു കമൻറ്റ് കുറേ വീക്സിന് മുമ്പ് ഇട്ടു. സോ ഞാൻ അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ക്രാഫ്റ്റിനെ പറ്റി എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞേക്ക്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. കാരണം എനിക്ക് കമൻസ് ഒക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവർ പറയുന്നത്, ഇപ്പോൾ കമൻസിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്കൊരു ഹാപ്പിനെസ് ഉള്ള കാര്യമല്ലേ. അപ്പോൾ അവളത് പറഞ്ഞ സമയത്ത് എനിക്ക് ചെയ്യണോ വേണ്ടി എനിക്ക് അറിയത്തുമില്ല. ആ ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ പണ്ട് ഈ ഒരു പെൻ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ കുറച്ചുകൂടെ വൃത്തിക്ക് ചെയ്താൽ മതിയല്ലോ. ആ രീതിയിലാണ് ഞാൻ ഈ ഒരു ക്രാഫ്റ്റിലേക്ക് എത്തിപ്പെടുന്നത്. സോ ഈ ക്രാഫ്റ്റ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ദയക്കാണ്. അവളാണ് ഈ ഐഡിയ കൊണ്ടുവന്നത്. ഞാൻ ഈ ക്രാഫ്റ്റിൽ ആഡ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ രണ്ടും ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഞാനൊരു ഹോൾ ഇട്ട് കൊടുത്തു ബാക്കിൽ. അതിനകത്ത് ടാഗൊക്കെ കെട്ടി വെക്കാനാണ്. കാരണം നമ്മൾ ഉണ്ടാക്കുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കണമല്ലോ. അപ്പോൾ ടാഗൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി ടാഗും കെട്ടി വെച്ചു. പിന്നെ നമുക്ക് ആവശ്യമുള്ള പേനയൊക്കെ ഫ്രണ്ട് പോർഷനിലും പിന്നെ പെൻസിൽ, സ്കെയിൽ, സ്കെച്ചസ് അങ്ങനെയൊക്കെ ബാക്കിലും വെച്ചു. നേരത്തെ ഞാൻ ഇതെല്ലാം കൂടെ പല പെൻ സ്റ്റാൻഡ്സിലാണ് ഇട്ട് വെച്ചത്. ഇപ്പോൾ ഞാൻ എല്ലാം കൂടെ ഈ ഒരെണ്ണത്തിലാക്കി. സോ എനിക്ക് എന്തായാലും യൂസ്ഫുൾ ആണിത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.